ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിനെതിരെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലോക്ക് ബോർഡ് എന്ന സംസ്ഥാനതല മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയ വിഷയങ്ങൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. പൊതുജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കും. വിജിലൻസ് റിപ്പോർട്ടിൽ പേരുള്ളതോ വ്യക്തമായ തെളിവ് ലഭിച്ചതുമായ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. വിജിലൻസിൻ്റെ തുടർ പരിശോധനയ്ക്ക് എല്ലാ പിന്തുണയും നൽകും. കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇടനിലക്കാരായി പ്രവർത്തിച്ച റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കും. വകുപ്പ് തലത്തിൽ ഒരു അടിയന്തര ആഭ്യന്തര അന്വേഷണ സമിതിയെ രൂപീകരിക്കും. അഴിമതിക്ക് വഴിവെച്ച എല്ലാ ഫയലുകളും നടപടിക്രമങ്ങളും വിശദമായി പരിശോധിക്കും. പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് മാറ്റും. അപേക്ഷകൾ വൈകിപ്പിക്കുന്നത് തടയാൻ സമയപരിധി നിശ്ചയിച്ച് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കും. വിദ്യാഭ്യാസ വകുപ്പിൽ അഴിമതിക്ക് ഒരു സ്ഥാനവുമില്ല. ഒരു ഉദ്യോഗസ്ഥനും നിയമത്തിന് അതീതരല്ല. പൊതുവിദ്യാഭ്യാസ മേഖലയെ അഴിമതി മുക്തമാക്കുവാനുള്ള ദൃഢനിശ്ചയം സർക്കാരിനുണ്ട്. തുടർ പരിശോധനകൾക്ക് ശേഷമുള്ള അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചുമതല എടുത്തതിന് ശേഷം നിയമനത്തിന് വേണ്ടി മാത്രം അദാലത്ത് നടത്തിയിരുന്നു. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ മന്ത്രിയുടെയോ മാത്രം കുറ്റമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഫയലുകൾ വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, DEO AEO നിലവാരത്തിലാണ് ഈ ഉദ്യോഗസ്ഥ നിയമന അപ്രൂവൽ നൽകേണ്ടത്. AEOമാരും DEOമാരും പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. അവരൊരു 6 മാസത്തിനും 1 വർഷത്തിനിടയിൽ പെൻഷൻ പറ്റി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പെൻഷൻ പറ്റി പോകും. അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനം കൈക്കൊള്ളുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി DEOമാരുടെയും AEOമാരുടെയും ഒരു ദിവസത്തെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല 2 അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഭിന്നശേഷിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ DD ഓഫീസുകളിലും ഇത്രയും ഇടപെടൽ നടത്തിയിട്ട് പോലും DD ഓഫീസുകളിലും RDD ഓഫീസുകളിലും ഫയലുകൾ യഥാസമയം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങളുണ്ടെന്നാണല്ലോ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി കാണിക്കുന്ന ആരായിരുന്നാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ കാണിക്കുന്ന പ്രശ്നമില്ല. വിദ്യാഭ്യാസ വകുപ്പിലും കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് നിരവധി ആൾക്കാരെയാണ് നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതിൻ്റെ വിശദവിവരങ്ങൾ തേടാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞിരുന്നു. അതിനപ്പുറം വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും പോയിട്ടില്ല. അതെ, അതിൻ്റെ ഒരു വിശദവിവരം കിട്ടിയ ശേഷം നമുക്ക് തീരുമാനിക്കാം. SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ പരിധിയിൽ നമുക്ക് ഏതാണ്ട് ഒരു 500 കോടിക്ക് താഴെയുള്ള രൂപ കിട്ടാനുണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. പ്രപ്പോസലാണ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഈ വൈഷ്ണവിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഒരു ആരോപണം മിനിസ്റ്റർക്കെതിരെ ഉന്നയിച്ചു.
പൊട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രനും വി ശിവൻകുട്ടിക്കും പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു എന്നായിരുന്നു ആരോപണം. അതൊന്നും ഒരു മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല, ഒരു മറുപടി അർഹിക്കുന്ന കാര്യമല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിനെതിരെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. ഇപ്പം പത്മകുമാർ കുറ്റക്കാരനാണെന്ന് പറയാനിപ്പോൾ പറ്റില്ല, ഇപ്പം ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ. ഇനി മറ്റു കുറേ നടപടികളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് നിയമസഭയുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് തടയുന്നതിന് വേണ്ടി മറ്റാർക്കും തന്നെ അധികാരമില്ല എന്നുള്ള നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ദൈനംദിന ഭരണം നടത്തേണ്ട അവകാശവും അധികാരവും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണെന്ന് പിന്നെ പറയുന്നുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഗവർണർമാർ ആവശ്യമില്ലാതെ ഭരണഘടനാ വിരുദ്ധമായി ദൈനംദിന ഭരണത്തിൽ ഇടപെടുന്നതും ദൈനംദിന ഭരണത്തിന് സഹായകരമായ നിലയിൽ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അനന്തമായി അതിന് അംഗീകാരം കൊടുക്കാതിരിക്കുന്നതിനും എതിരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള ഗവർണർ അദ്ദേഹം ഒപ്പിട്ട് അംഗീകാരം നൽകേണ്ട ബില്ലുകൾ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.